ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്ത് കൊല്ലം കാർണിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പം വേൾഡിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കാണാനായിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ചുങ്കത്ത് ജ്വല്ലറി പ്രസൻസ് ആണിത് കൊല്ലം കാർണിവൽ ഷോ തുടങ്ങിയിട്ടുള്ളത്. ഇതിന് അകത്ത് കയറുന്ന ഒരു എൻട്രി ഫീസ് ഉണ്ട്, 100 രൂപയാണ്. അപ്പോൾ അകത്ത് കയറിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറാൻ പോകുമ്പോൾ കണ്ട് ഇവിടെ വെളിയിൽ കുറേ ക്രിസ്മസ് പപ്പന്മാരൊക്കെ നിൽപ്പുണ്ട്. കൊച്ചുങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചുങ്കത്ത് ജ്വല്ലറി പ്രസൻസ് അവരാണ് കേട്ടോ ഇത് സ്പോൺസർ ചെയ്യുന്നതെന്നൊന്നും. അവരുടെ തീമാണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പം ഇത് രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊല്ലം കാർണിവലിനാണ് കേട്ടോ ഈ ഷോയുടെ പേര്, കൊല്ലം കാർണിവലിൻ്റെ. അപ്പം ഡാൻസിങ് പപ്പായും ഡാൻസിങ് ക്രിസ്മസ് ട്രീ ഒക്കെ അകത്ത് സെറ്റ് ഇത് വെച്ചിട്ടുണ്ട്. അകത്ത് എന്തൊക്കെ ഷോയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് നമ്മൾ കയറി വരുമ്പം തന്നെ ദാണ്ട് ക്രിസ്മസിനെ വരവേൽക്കാനായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഞാൻ ക്രിസ്മസിൻ്റെ അന്നാണ് പോയത്. അതിനു മുമ്പ് ഞാൻ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന്. അപ്പം ഇത് ജനുവരി 5 വരെ ഉണ്ട്. ഡിസംബർ 5 തുടങ്ങിയതാണ്. ഡിസംബർ 20 തുടങ്ങിയത്. ജനുവരി 5 വരെ ഉണ്ട്. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഈ ഡാൻസിങ് ക്രിസ്മസ് ട്രീ അതിനകത്ത് ഉള്ള ഷോ അത് വൈകുന്നേരം 6:45 മുതലേ ഉള്ളൂ. 3-4 ഷോ ഉണ്ട് വൈകുന്നേരം. അതിനകത്ത് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിൽ കയറി വരുമ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങൾ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ കയറി വരുമ്പോഴുള്ള ഹാളിലാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അകത്തോട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഈ കച്ചവടമൊക്കെയാണ്. കച്ചവടം വലിയ സെറ്റപ്പായിട്ടുള്ള സംഭവമൊന്നും ഇതിനകത്തില്ല. ഈ ആദ്യം കയറി വരുമ്പോഴും പിന്നെ നമ്മുടെ ഈ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്മസ് ട്രീ ആണ്. അതാണ് ഇനി കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അല്ലാതെ ഈ പിന്നെ എല്ലാ ഫെസ്റ്റിനും ഉള്ളതുപോലെ അത്രയും പോലും ഈ അകത്തുള്ള കച്ചവടങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട്, അതിനകത്ത് കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നും ഇതിനകത്തില്ല. പിന്നെ 100 രൂപയ്ക്ക് കയറി ആ ഒരു ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാം. പിന്നെ ആ ഡാൻസിങ് ക്രിസ്മസ് ട്രീ കാണാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് കയറിയത്. ആ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിനകത്ത് ആ ക്രിസ്മസ് ട്രീ വലിയ രീതിയിലാണ് കേട്ടോ പണിഞ്ഞ് വെച്ചേക്കുന്നത്. നല്ല ഹൈറ്റാണ് കേട്ടോ. അതിനകത്ത് ഈ പിന്നെ ക്രിസ്മസ് പാപ്പന്മാർ കയറിയെന്ന് ഡാൻസ് കളിക്കുക. അത് കാണാനായിട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു സംഭവം കാണാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയത്. 100 രൂപ കൊടുത്ത് കയറിയത് ഇതിനകത്താണ്. പിന്നെ ഇവിടെ ആ സ്റ്റേജിൽ ഈ ക്രിസ്മസ് ട്രീയുടെ താഴെയായിട്ട് ആ സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് കുറേ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിടിലൻ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഡാൻസും കുറേ അല്ലാനുള്ള ആക്ടിവിറ്റിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് 100 രൂപ കൊടുത്ത് ഇതിനകത്ത് കയറിയത്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6:45, 7:45, 8:45 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഷോ ഈയുടെ ടൈം. അല്ലാതുള്ള ഈ സാധനം ഫെസ്റ്റ് ഓപ്പൺ ആവുന്നത് രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി ആ ഒരു ടൈം വരെയാണ്. ഈ ഒരു ട്രീ കാണാനായിട്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കയറിയത് നമ്മുടെ ആശ്രമത്ത് വന്നപ്പോൾ. ഇത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഡിസംബർ 20 തുടങ്ങിയത്. ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ ഉണ്ട്. ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. 100 രൂപയ്ക്കാണ് ഈ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് കയറിയത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു മറ്റേ മഞ്ഞും സംഭവങ്ങളും ഫോട്ടോ എടുക്കാനുള്ള സംഭവം അതൊക്കെയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അല്ലാതെ സ്റ്റോളോ ഒന്നും അതിനകത്തില്ല.
പിന്നെ നമ്മുടെ ആശ്രാമത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടോ വന്നത്. അപ്പം കൊള്ളായിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആശ്രാമ ഗ്രൗണ്ടിൽ ഫുള്ള് റഷായിരുന്നു. മറ്റേ നമ്മുടെ DJ അമ്യൂസ്മെൻറ്റിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കാണാനായിട്ട് വന്നു. അപ്പം പിള്ളേർക്കൊക്കെ വെക്കേഷനൊക്കെ അല്ലേ, ആ ഒരു ടൈം ആയതുകൊണ്ട് വന്ന് കണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ഈ ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു ട്രീ കാണാനായിട്ട് വേണേൽ നിങ്ങൾ കയറിക്കോ, കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷേ 100 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഏതാണ്ട് ഇതിപ്പോൾ ഈ 100 ക്രിസ്മസ് പപ്പമാരാണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഈ സ്റ്റേജിലും ഉണ്ട്, ആ ട്രീയുടെ മേളിലും എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അത് കാണാൻ അടിപൊളിയാണ്, നല്ല ഹൈറ്റിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോസ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഞാൻ പോയി കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തത്. അല്ലാതെ ഇത് വലിയ വ്ളോഗായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അപ്പം നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന ക്രിസ്മസ് കാർണിവൽ ആ ഒരു ആഘോഷങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ വലിയ സെറ്റപ്പൊന്നുമില്ല. ഈ ഒരു സംഭവം കാണാനായിട്ട് മാത്രം ഞാൻ പോയതാണ് കേട്ടോ. അതും ആക്സിഡൻറ്റിൽ ഞാൻ പോയി ഈ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു പോയതല്ല. ആശ്രാമത്ത് വെറുതെ ക്രിസ്മസിൻ്റെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടു, അങ്ങനെ കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ അവിടെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തൊക്കെ ഇറങ്ങി വന്ന് കളിച്ചു. പിന്നെ അതിനകത്ത് കുറേ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല പ്രൊഫഷണൽ കളിക്കുന്നവരാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതൊക്കെ ആയിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതുകൊണ്ട് ഈ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാട്ടൊന്നും ഞാനത് പാട്ട് കട്ട് ചെയ്ത് കളയും കേട്ടോ, അതല്ലേ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പ്രോഗ്രാം കണ്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ബോർഡ് കണ്ടത്. ഇവിടെ കുറേ മത്സരങ്ങളെ ഇനങ്ങളൊക്കെ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ വന്ന് പങ്കെടുക്കുക കേട്ടോ.